ബൈജു കൊട്ടാരക്കര ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വലിയ ഞെട്ടലുണ്ടാക്കിയെന്ന് പറയുമ്പോൾ താങ്കൾക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമുള്ള താങ്കളുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ശ്രീ ബൈജു. അനുജ, ഇത് ഈ ഞെട്ടലുണ്ടാവാൻ പറ്റിയ കാര്യമൊന്നുമില്ല. കാരണം ഞാൻ അനുജയോട് പറയാമല്ലോ, നമ്മുടെ ചാനലിൽ തന്നെ, ഈ 24 ചാനലിൽ തന്നെ പല പ്രാവശ്യം ചർച്ചകളിലിരിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ പല സത്യസന്ധമായ അവസ്ഥകളും തുറന്ന് കാണിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള ആളുകൾ അതിൽ സംഭവിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടും ഇത് ആർക്കും ഒരു അനക്കമില്ല. ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അനുജിയോ അല്ലെന്നുണ്ടെ 24 ചാനലോ ഏഷ്യാനെറ്റോ മനോരമയോ ഏത് ചാനലോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സിനിമാക്കാരനെ ഈ ചർച്ചയ്ക്കൊന്ന് വിളിച്ചു നോക്കൂ, ആരും വരില്ല. വരാത്തതിൻ്റെ കാരണം എന്താണ്? സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ സിനിമയ്ക്ക്, ഈ ചർച്ചയ്ക്ക് വന്നാൽ ചിലപ്പോൾ അവരതിൽ പാർശ്വവൽക്കരിക്കപ്പെടും, അവർക്ക് പിന്നീട് സിനിമയുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഈ താരങ്ങളാരും അവർക്ക് ഡേറ്റ് കൊടുക്കില്ല. ഇതൊക്കെയാണ് സിനിമയിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വലിയ ഫോക്കസാണ്. ഇപ്പോൾ ഈ മലയാള സിനിമയിലെ വലിയ കാർന്നോമാരുണ്ടല്ലോ, മമ്മൂട്ടി, മോഹൻലാലും, സുരേഷ് ഗോപി, നമ്മുടെ കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടല്ലോ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശുഭദിനായി നടക്കുന്ന സുരേഷ് ഗോപിയും, അതേപോലെ മമ്മൂട്ടിയും മോഹൻലാലും, വളരെ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും ഇത്രയും നാൾ ഈ ലഹരിക്കെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? മോഹൻലാൽ ആയിരുന്നല്ലോ AMMയുടെ പ്രസിഡന്റ്, എന്താണ് മിണ്ടാത്തത്? ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായി AMM മാറിയിരിക്കുന്നു. 2-3 പിള്ളേരെയാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത്. എന്താണ്? ഡ്രഗ്സിനെതിരെ ഒരു സമിതി ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ആരെ പറ്റിക്കാനാണ്, ആരെ കാണിക്കാനാണ്? വിനു മോഹനും അതേപോലെ പിന്നെ അൻസിബയും പിന്നീടുള്ളത് മറ്റേ സരയു മോഹനും, ഈ 3 പേരെയാണ് പിന്നെ ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് അന്വേഷിക്കാൻ. അല്ല, അത് ഇപ്പോഴുണ്ടായൊരു ഡെവലപ്മെന്റ് അല്ലല്ലോ ശ്രീ ബൈജു കൊട്ടാരക്കര. ഇപ്പോൾ ഇതിലെ ലഹരി ഉപയോഗം എന്നുള്ളത് അത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യമായി കേട്ടതൊന്നും അല്ലല്ലോ. 2015 കേരളത്തിൽ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസിൽ ഉൾപ്പെട്ടത് ആരാണ്? ഒരു നടനാണല്ലോ. ആ നടനുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഇത്ര വർഷം 11 വർഷം കഴിയുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കൂടെ അഭിനയിക്കുന്നവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമൊക്കെ ഇതേ ആൾ മൂലമാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ പറയുന്ന താരസംഘടനയാകട്ടെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ എന്താണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അതിൻ്റെ കൂടി പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അനുജ, ഈ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത ഉടനെ എക്സൈസിനോടും പോലീസിനോടും അയാൾ വളരെ തത്ത പറയുന്നത് പോലെ അയാൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ എക്സൈസും പോലീസും ഒക്കെ ഈ പേരുകൾ മറച്ചു വെച്ച് ഇത് ഫയലിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തു വിടണമെന്നാണ് പറയുന്നത്. അയാൾ തുറന്നു പറഞ്ഞു, ഈ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെടാൻ വേണ്ടി തുറന്നു പറഞ്ഞു എന്ന് ഞാൻ അന്നത്തെ ദിവസം തന്നെ പറഞ്ഞു. ഇയാൾ പറഞ്ഞു മലയാളത്തിലെ ഒരു പ്രമുഖ നടനും അയാളുടെ ഭാര്യയും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഇത് കോംപ്രമൈസായി. ഗർവാസവാശാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഫെഫ്കയുടെ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ഒരു നിർമ്മാതാവിനെ വിളിച്ചു വരുത്തി. എന്ത് അധികാരമുണ്ട് ഇയാൾക്ക് നിർമ്മാതാവിനെ വിളിച്ചു വരുത്താൻ? ആരെങ്കിലും ബി ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചോ ഒരു നിർമ്മാതാവിനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ അയാൾ വിളിച്ചിരുത്തി പ്രസ് കോൺഫറൻസ് നടത്താൻ? ഇത് നിർമ്മാതാക്കളെ കളിയാക്കുന്ന രീതിയിലല്ലേ, ചേംബറിനെ കളിയാക്കുന്ന രീതിയിലല്ലേ? അപ്പോൾ ഇതിനകത്തെല്ലാം ഇവർക്ക് പല ആളുകൾക്കും പ്രത്യക്ഷമായും അല്ലെങ്കിൽ പരോക്ഷമായും ഇവർക്ക് ഗുണങ്ങളുണ്ട്. ഈ ഫെഫ്കയുടെ സെക്രട്ടറി ഒരു സീനു സോഹൻലാലുണ്ട്. ഇയാളുടെ സിനിമയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഷൈൻ ടോം ചാക്കോയും ഈ പറയുന്ന ശ്രീനാഥ് ബാസി അഭിനയിക്കാൻ വേണ്ടി അവർക്ക് മാപ്പ് കൊടുത്തു. അന്നും ഗിർവാസവാശാൻ ഒന്ന് ക്ഷമിച്ചതാണ്, എന്നിട്ട് വീണ്ടും പടത്തിൽ അഭിനയിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊഡ്യൂസർമാരെ കുറിച്ചൊന്ന് അന്വേഷിക്കണ്ടേ? ആരാണ് ഇവർക്ക് പടം മുടക്കുന്നതെന്ന് അറിയണ്ടേ? ഈ വരുന്ന നിർമ്മാതാക്കൾക്ക് അറിയാമല്ലോ, പുതിയതായി ഒരു നിർമ്മാതാവ് വരുവാണെങ്കിൽ ആ നിർമ്മാതാവിന് വളരെ വ്യക്തമായിട്ട് അറിയാം ആരൊക്കെയാണ് സിനിമയിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും കുറച്ച് പരിചയം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർ വരുന്നത്. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനെ എൻ്റെ സിനിമയിൽ വേണ്ട എന്നെന്താ ഇവർ പറയാത്തെ? ഞാൻ അതാണ്, അതൊക്കെ ചോദ്യങ്ങളാണ് ശ്രീ ബൈജു കൊട്ടാരക്കര. ഇപ്പൊ ഈ സൂത്രവാക്യം എന്ന സിനിമയിലേക്ക് തന്നെ വന്നാൽ അതൊരു പുതുമുഖ നിർമ്മാതാവും സംവിധായകനുമൊക്കെയാണ്. അവർ അന്ന് തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. വളരെ ആശങ്കയോടെയുള്ള വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേയൊക്കെ ന്യായമുണ്ട് താനും. തങ്ങളുടെ ആദ്യ സംരംഭമാണ്. അവിടെ ഇത്തരത്തിലേക്കൊരു കാര്യം ആ സെറ്റിൽ ഉണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ ബാധിക്കുന്നത് ഞങ്ങളുടെ സിനിമയാണ്. ഞങ്ങൾ ആദ്യമായി ഇത്ര മെനക്കെട്ട് കഠിന പ്രയത്നത്തിലൂടെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോകുന്ന ഒരു ചിത്രത്തെ അത് ബാധിക്കാൻ പോകുന്നു എന്നുള്ള ആശങ്ക മുഴുവൻ ആ ചെറുപ്പക്കാരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അപ്പോഴും പക്ഷെ ചോദ്യമുണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഷൈൻ ടോം ചാക്കോ എന്ന ചോദ്യമുണ്ട്. എന്താണത്? ആ ഒരു നിലപാടെടുക്കാൻ ഇവർക്കൊക്കെ ബുദ്ധിമുട്ട് എന്താണ്? ഈ ഷൈൻ ടോം ചാക്കോ അല്ലാതെ മറ്റാരും ഇല്ല എന്നുണ്ടോ? ഷൈൻ ടോം ചാക്കോയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണോ ഈ റോളുകൾ എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ.